ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നൈമാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കുഴിമന്തി ഉണ്ടാക്കിയെടുക്കാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ആദ്യം ഞാനൊരു പാനിൽ മേലാവാത്ത വിധത്തിൽ ചിക്കൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊരു ഫ്രോക്കോ സ്പാച്ചിലോ വെച്ച് കുത്തി കൊടുക്കാം. മസാല ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത്, 1 ഫുൾ മാഗി ചിക്കൻ സ്റ്റോക്ക് കൈകൊണ്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ പുതിനയില. ഞാൻ കുറച്ച് റെഡ് കളറും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സമയത്തൊന്നും ഇത് ചേർക്കണമെന്നില്ല. ഫോട്ടോയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിർബന്ധമില്ലാത്തൊരു കാര്യമാണിത്. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് 1.5-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ അരിയും കൂടി നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ ഗോൾഡൻ കളർ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് വെള്ളമൊഴിച്ച് വെക്കുന്നുണ്ട്. ഞാൻ 1.5 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. ഇനി ഇതൊരു സ്റ്റൗവിൽ വെച്ചിട്ട് ഫസ്റ്റ് 3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് ചൂടാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു ഭാഗം ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റേ അടുപ്പിൽ അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചെറുതായിട്ടൊന്ന് തിളക്കുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. അത് അരികൾ തമ്മിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ 2 ഏലക്ക, 4 ഗ്രാമ്പൂ, 1 പീസ് പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടി ചേർത്ത് വെള്ളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള അരി ഞാനൊരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് വെള്ളം കൂറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ അരി ഇട്ട് കൊടുത്ത് ഒരു 15 മിനിറ്റ് ദമ്മിടേണ്ട രീതിയിൽ നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. ഫുള്ളായിട്ട് വേവണ്ട, ഒരു 15 മിനിറ്റ് ദമ്മിടേണ്ട രീതിയിലേക്ക് അരി ഒന്ന് വേവിച്ചെടുത്താൽ മതി. ചിക്കൻ ഒരു സൈഡ് വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സൈഡും അരി ഞാൻ ഒരു 15 മിനിറ്റ് ദമ്മിടേണ്ട രീതിയിലേക്ക് വേവിച്ച് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചോറ് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഫുള്ള് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ
ഒരു 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്ത് അതും അവിടെ ഇവിടെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളകും കൂടി ഞാൻ ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട്. ഇനിയാണ് ചെയ്യേണ്ടതാണ് കുഴിമന്തിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം ഇതുപോലെ സെൻറ്ററിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കനലിട്ട് കൊടുക്കുക. കനലിൻ്റെ മുകളിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പുക വരുന്ന സമയത്ത് അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. ഞാനിവിടെ 15 മിനിറ്റ് ദം ചെയ്ത് എടുത്തിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം. ഇനി ആ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ചോറ് മാത്രം എന്ത് ചെയ്യുക, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ മാറ്റിയതിന് ശേഷം മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ മാറ്റിയതിന് ശേഷം ഒഴിച്ച് കൊടുത്ത ഓയിലും മസാലയൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിലിട്ടാണ് ഈ ചോറ് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത്. കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എല്ലാവർക്കും താങ്ക്